അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പഴയ ബാത്റൂമുള്ളത് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയതാക്കാണ്. അപ്പോൾ പഴയ നമ്മൾ പൊളിച്ച് കളയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ സൗകര്യക്കുറവ് അങ്ങനത്തെ ഒരു കാര്യങ്ങളുകൊണ്ടൊക്കെയാണ് ഇരിക്കുക നമ്മൾ പൊളിക്കുക. അപ്പോൾ നമ്മളിനി പുതിയത് പണിയുമ്പോൾ പുതിയ ടെക്നോളജി വെച്ച് പണിയുക. അപ്പോൾ ഇവിടെ വരുന്ന കാര്യങ്ങൾ ആദ്യം പറയാം. ഇതിലൊരു കൗണ്ടർ ടോപ്പ്, വാഷ് ബേസൻ, ഇതിലൊരു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, വാൾ മൗണ്ടഡ് ക്ലോസറ്റ്, അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു ബാത്റൂമാണ് ഇത് കണ്ട. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ഷവർ ഏരിയ, ഡൈവർട്ടർ, അതേപോലെ ഇവിടെ നമുക്കൊരു ഇരുന്നിട്ട് കാണേണ്ട ഒരു ഹാൻഡ് ഷവർ, അതേപോലെ നമ്മളിവിടെ ബേസിന് ഡൈവർട്ടർ മോഡലാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ബാത്റൂം എപ്പോഴും ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ ഏകദേശമൊക്കെ അളവ് അറിയാം. നമുക്ക് ഫിനിഷിംഗ് ഫ്ലോറിൻ്റെ അളവ് നമ്മൾ ഏകദേശം അറിഞ്ഞാൽ പോരാ. ഇവിടെ വരുന്ന ടൈലുകാരനെ വിളിച്ച് ആളുടെ നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ ആൾ കണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റ് പക്ക ഫിനിഷിങ് ലെവൽ അവരോട് നമ്മുടെ ഈ ക്ലോസറ്റ് ഇവിടെ എത്രയാണോ അവിടെ ആദ്യം ഇടിക്കണം. എന്നിട്ട് ഇതിൽ നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് ഫ്ലോറിലേക്ക് ക്ലോസറ്റിൻ്റെ പൈപ്പിൻ്റെ സെൻറ്ററിലേക്കാണ് ഞങ്ങൾ വെക്കുക. അതൊരു 24 സെൻറ്റിമീറ്ററിലേക്ക് വെച്ച് പോയി പക്കയായിട്ട് ടാങ്ക് ഉറപ്പിച്ച് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലോസറ്റ് പിടിപ്പിക്കാം. അപ്പം ഇത് ചെയ്യാത്തോടത്താണ് ഈ മറ്റേ പുലിവാല് കേസുകളൊക്കെ വരുന്നത്. നമ്മൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം. ടൈലുകാരനെ വിളിച്ച് അവരെ കൊണ്ട് മാലി ഇടിപ്പിക്കണം ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് പിടിപ്പിക്കുമ്പോൾ. വേറെ ഒന്നിനും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഈ ഫ്ലോറ് അറ്റം വരെയുണ്ട് സ്ലോപ്പ് പിടിക്കാനായിട്ട്. നമ്മൾ എങ്ങനെ പിടിച്ചാലും അത് കുറച്ചൊക്കെ പോകും. അപ്പോൾ അവർ വരാണെങ്കിൽ അവർ കറക്റ്റ് സ്ലോപ്പും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പറഞ്ഞു തരും. നമുക്ക് ഏകദേശം അറിഞ്ഞാൽ പോരാ, പക്കയായിട്ട് അറിയണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചത് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇതിന് ഫുള്ളടിച്ച് നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പോകട്ടാ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ.